ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Danfoss FC 051 എന്ന് പറയുന്ന VFDയും അതുപോലെ ഡെൽറ്റയുടെ MS 300 എന്ന് പറയുന്ന VFD തമ്മിൽ സിങ്ക്രണൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വിഷൻ കൺട്രോൾസിൻ്റെ ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഡെൽറ്റ VFDയും അതുപോലെ Danfoss VFDയും തമ്മിൽ സിങ്ക്രണൈസേഷനാണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ Danfoss ഏതെങ്കിലും ഒരു VFDയുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേ VFDയുടെ സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാച്ച് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ആദ്യം Danfoss VFD ആണ് എടുത്തിരിക്കുന്നത്. മൈക്രോ VLT FC 051 എന്ന് പറയുന്ന മോഡലാണ് എടുത്തിരിക്കുന്നത്. രണ്ടാമതായി എടുത്തിരിക്കുന്നത് MS 300 എന്ന് പറയുന്ന ഡെൽറ്റ VFD ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ഇതിൻ്റെ ഇൻപുട്ട് സപ്ലൈ ആദ്യത്തെ അതിൻ്റെ സിംഗിൾ ഫേസ് ആണ്, രണ്ടാമത് നമ്മൾ 3 ഫേസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കണക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇത് സിംഗിൾ ഫേസും ഇത് 3 ഫേസുമാണ്. പിന്നെ നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒരു കണക്ഷൻ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രൈവ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ രണ്ട് ഡ്രൈവും ഓൺ ആണ്. ഇനി നമുക്ക് ഇതിനകത്ത് Danfoss ഡ്രൈവ് നമുക്കിത് കണ്ടില്ലേ, ഇത് ഹാൻഡ്സ് ഓൺ ഉണ്ട്, അതേപോലെ ഓട്ടോ എന്ന് പറയുന്ന മോഡുണ്ട്. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ ഹാൻഡ്സ് ഓണിൽ ഇടാൻ പാടുള്ളൂ. ഹാൻഡ്സ് ഓണിൽ ഇട്ടിട്ട് നമുക്ക് റൺ കമാൻഡ് കൊടുത്ത് ഓൺ ആക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓട്ടോയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓട്ടോയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പൊട്ടൻഷ്യോമീറ്റർ ഇപ്പോൾ നമ്മൾ തിരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടുന്നുണ്ട്. അതായത് Danfoss VFDയുടെ മാത്രമാണ് ആക്ച്വലി നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. കണ്ടോ, ഇപ്പോൾ 10 Hz ഒക്കെ ആകുന്ന സമയത്ത് ഡെൽറ്റ VFDയുടെ സെയിം തന്നെ 11.3 സംതിങ് വരുന്നുണ്ട്. ഇതൊരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും രണ്ട് VFD തമ്മിൽ. അതെന്താണെന്ന് വെച്ചാൽ രണ്ട് ബ്രാൻഡിൻ്റെ വ്യത്യാസമാണ്. അതേപോലെ തന്നെ നമ്മളിത് പ്രോപ്പർലി ഗ്രൗണ്ടിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതെല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ സെയിം തന്നെ വരാൻ പറ്റും. എങ്കിലും ചെറിയൊരു ടോളറൻസ് ഉണ്ടാകും, അത് നമുക്ക് പ്രോഗ്രാമിലൂടെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് 50 Hz നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ 49.9 ആണ് അതിൽ കാണിക്കുന്നത്, ഇതിൽ 50 Hz. ഓക്കെ, ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് കുറച്ച് കൊണ്ടുവരാം. ഇപ്പോൾ ഇത് 20 Hz 15 Hz ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് പ്രൊപ്പോർഷണലായിട്ട് ഇത് കുറഞ്ഞു വരുന്നത് കാണാം. അപ്പോൾ ഇതാണ് ഒരു സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻസോ സജഷൻസ് ഉണ്ടെങ്കിലും മെൻഷൻ ചെയ്യുക കമൻറ്റ് ബോക്സിൽ. വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിലും വാട്സപ്പ് നമ്പറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.